ബാക്കി വന്നിട്ടുള്ള നെയ്ച്ചോറ് വെച്ചിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മളിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാക്കി വന്നിട്ടുള്ള നെയ്ച്ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ചൊവ്വരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2-ാം പാലോ 3-ാം പാലോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് വെള്ളം ചേർത്തിട്ടുള്ള തേങ്ങാപ്പാൽ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ 2 പാലേ എടുത്തിട്ടുള്ളൂ. ഒന്ന് വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും പിന്നെ വെള്ളം ചേർത്തിട്ടുള്ള പാലും കേട്ടോ. അപ്പൊ വെള്ളം ചേർത്തിട്ടുള്ള ഒരു തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. റൈസിന്റെ മുകളിലായിട്ട് നിൽക്കുന്ന ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒന്നുകിൽ 2 വിസിൽ വരുത്തിയെടുക്കുക, അല്ലെങ്കിൽ 1 വിസിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പൊ ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ തേങ്ങയുടെ 2-ാം പാൽ എടുത്ത് വെച്ചതുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ, ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പൊ നമ്മൾ എത്രയാണോ 1-ാം പാൽ ഉള്ളത് അതിനനുസരിച്ചിട്ട് ഇത് കുറുക്കി എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത് ഒന്ന് കുറുകി വന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങയുടെ വെള്ളം അധികം ചേർക്കാത്ത 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല, പിരിഞ്ഞു പോവും. ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി ചെറിയ ജീരകത്തിന്റെ പൊടിയും 1/4 ടീസ്പൂണിന്റെ പകുതി ചുക്കുപൊടിയും ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പോ മുന്തിരിയോ തേങ്ങക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിവിടെ നെയ്ച്ചോറ് ആയതുകൊണ്ട് അതിൽ ഓൾറെഡി അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ടാവും. അപ്പം ഞാനിതിലേക്ക് വേറെ നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നെയ്യിന്റെ ഫ്ലേവർ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ അത് ഇത്രയുള്ളൂ നമ്മുടെ ബാക്കി വന്നിട്ടുള്ള നെയ്ച്ചോറൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ശർക്കര പായസം ഇതാ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Thank you for watching.